ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് ഒരു പുതിയ സീരീസും പിന്നെ ഒരു പുതിയ മൂവീനെയും പറ്റിയാണ്. ഞാൻ വലിയ രീതിയിൽ ആ മൂവീനെ പറ്റിയിട്ടുള്ള ബാക്ക് സൈഡ് ടെക്നിക്കൽ സൈഡ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അതൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഈ ഈ ഒരു സീരീസും ആ മൂവിയും എനിക്ക് അത്യാവശ്യം കണ്ട് ഇഷ്ടമായപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. ആദ്യത്തെ എന്ന് പറയുന്നത്, ഞാൻ ഒരു സീരീസ് പുതിയൊരു സീരീസാണ്. അത് ഫെബ്രുവരി 2-നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ മാസം മാർച്ച് 30 ആകുമ്പോൾ ആ സീരീസിന്റെ ഫസ്റ്റ് സീസൺ വൈൻഡപ്പ് ചെയ്യും. അഡൽട്ട് സിം റിലീസ് ചെയ്ത ഒരു സീരീസാണ്. എനിക്ക് ഭയങ്കര അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇഷ്ടമായി. ചെറിയൊരു സ്റ്റോറി ആണെങ്കിൽ ആ സ്റ്റോറി പോകുന്ന ഒരു രീതി നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ്. ആ സീരീസിന്റെ പേര് എന്ന് പറയുന്നത് കോമൺ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്ന സീരീസ് ആണ്. ഓക്കെ, ഈ സീരീസിന്റെ ഒരു സമ്മറി പറയുകയാണെന്നുണ്ടെങ്കിൽ, മാർഷൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. പുള്ളിക്കാരൻ മൈക്കോളജിസ്റ്റ് ആണ്. പുള്ളി മഷ്റൂംസിനെയൊക്കെ പറ്റിയിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ആ പുള്ളി ഒരു മാജിക് മഷ്റൂം കണ്ടുപിടിക്കുന്നു. അങ്ങനെ അതൊരു സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പുള്ളിയുടെ ഒരു മാജിക് മഷ്റൂം കിട്ടുന്നു. സോ അത് ഒരുപാട് പേരുടെ ലൈഫ് മാറ്റുന്ന ഒരു സംഭവമാണ്. ആ ഒരു മഷ്റൂം പുറത്ത് വരാതിരിക്കാൻ വേണ്ടി കുറെ ഗ്യാങ്ങുകൾ ശ്രമിക്കുന്നു. മാർഷൽ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇവനെ പുറത്ത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ഇവൻ എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടുന്നത് എന്നൊക്കെ ഉള്ളതും, പിന്നെ ഈ മഷ്റൂം മൊത്തത്തിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ വരുമോ ഇല്ലയോ എന്നൊക്കെയാണ് ഫസ്റ്റ് സീസൺ മൊത്തത്തിൽ പോകുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് 8ാമത്തെ എപ്പിസോഡ് എത്തിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി 2 എപ്പിസോഡുകൾ ഇനി റിലീസ് ആവാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം ഇന്ന് റിലീസാവും, ഇനി ഒരെണ്ണം 30-നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പം ഇതുവരെ കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളും കാണുകയാണെങ്കിൽ കാണാം. നമ്മൾ സോ കോൾഡ് കാണുന്ന ഒരു അനിമേഷൻ സ്റ്റൈൽ അല്ല. ഇത്തിരി ഒരു അബ്സേർഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ആർട്ടാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു എന്താ പറയാ, അബ്സേർഡിറ്റി നമ്മളൊന്ന് മറക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ആർട്ടിലൊന്നും ഒരു ബ്യൂട്ടി ഇല്ല. അതായത് നമ്മളൊക്കെ കാണുന്ന അനിമേഷൻസ് ഒക്കെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയുക, ക്യൂട്ട്നെസ് അല്ലെങ്കിൽ ഭയങ്കര ക്ലിയർ ഇതായിട്ടുള്ളതല്ല. ഇത് വേറൊരു സ്റ്റൈൽ അപ്രോച്ചാണ്. അപ്പൊ ആ ഒരു അപ്രോച്ച് മാത്രം ഒന്ന് ഇത്തിരി ഇതാകേണ്ടി വരും. പക്ഷെ നമുക്ക് കഥാപാത്രങ്ങളെയൊക്കെ നന്നായിട്ട് കണക്ട് ആവും. ഈവൻ ദോ ഇങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് അനിമേഷനാണ് അവർ ചൂസ് ചെയ്തെങ്കിലും അനിമേഷനൊക്കെ കണക്ട് ആവും. അത്യാവശ്യം ഒരു ഹ്യൂമർ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അനിമേഷൻ സീരീസ് ആണ്. എനിക്ക് അത്യാവശ്യം നന്നായി ഇഷ്ടമായി. നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് അതിനെ പറ്റിയിട്ടുള്ള വിലപ്പെട്ട നിങ്ങളുടെ കമന്റുകൾ ഈ ഒരു വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ആൻഡ് അടുത്ത ഇത് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ സിനിമയാണ്. എനിക്ക് പേഴ്സണലി ചോദിച്ചാൽ ഇഷ്ടമായ ഒരു സംഭവമാണ്. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ഇതാവുന്നത്. നോവോക്കെയിൻ എന്ന് പറയുന്ന ഒരു മൂവീനെ പറ്റിയാണ് ഞാൻ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ആക്ഷൻ ഫിലിമാണ്. പക്ഷെ നമ്മൾ ഇതുവരെ കാണുന്ന രീതിയിലുള്ള ഒരു ക്ലീശേ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതൊരു ഡിഫറെന്റ് സ്റ്റൈലിൽ അവര് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഹീറോയ്ക്ക് പെയിൻ എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് വരില്ല. പുള്ളിക്കൊരു ജനറ്റിക് ഡിസോർഡർ ഉണ്ട്. സോ പുള്ളിയുടെ ഗേൾഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഗേൾഫ്രണ്ടിനെ കിഡ്നാപ്പ് ചെയ്യുക. അവരുടെ ഫസ്റ്റ് ഡേറ്റിന് ശേഷം ഒരു കിഡ്നാപ്പ് ഉണ്ടാവുന്നു. ആ കിഡ്നാപ്പിൽ ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ നടത്തുന്ന ഒരു സംഭവം. അവന് പെയിൻ അറിയില്ല എന്നുള്ളൊരു സാധനം അതുപയോഗിച്ചിട്ട് വില്ലന്മാരെ ഇതാക്കണം. അപ്പൊ ആ ഒരു ഇതാണ് സംഭവം. ഞാൻ അധികം സ്പോയിൽ ചെയ്യുന്നില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് പോലെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഓൺലൈനിൽ റിലീസ്ഡ് ആണ് ഈ മൂവി. സോ നിങ്ങൾക്ക് സുഖമായിട്ട് ഓൺലൈനിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയും കൂടെയാണ്. ആൻഡ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. അതിലെ ആക്ടർ നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസും കൂടെയാണ്. ഞാനൊക്കെ ഒരു 2-3 സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ആൻഡ് മൊത്തത്തിൽ എനിക്ക് ആ ഒരു ആക്ഷൻ സിനിമ ഇഷ്ടമായി. ആൻഡ് അതിലുള്ള റൊമാൻസ് അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സിനിമകളാണ് ഞാൻ ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ. കുറേ ആയി വീഡിയോസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ
ഒന്ന് കണ്ട് രണ്ടെണ്ണം റെക്കമെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. റിവ്യൂ ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നില്ല. ഞാൻ ഈ ഒരു 2 മൂവീസ് രണ്ടും ഈ റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്തതാണ് ഈ ഒരു സീരീസ്, രണ്ടും ചെയ്യാമെന്ന് വെക്കുകയാണ്. അപ്പോൾ ഈ 2 ആർട്ട് ക്രിയേഷൻ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എത്തുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ ആൻഡ് സീരീസ് പാഷനേറ്റ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്.